നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താങ്ക്സ് ഡോക്ടർ. ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കണം. സമയത്തിന് ഭക്ഷണം കഴിക്കണം. പാല്, പോഷകാഹാരം ഒന്നും ഒഴിവാക്കണ്ട. നല്ലതുപോലെ ഉറങ്ങണം. മനസ്സിന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. ഇനി എന്റെ ജീവിതത്തില് ടെൻഷനുകളൊന്നുമില്ല ഡോക്ടർ. ഈ മെഡിസിൻസ് വാങ്ങി കഴിക്കണം. അടുത്ത മാസം വീണ്ടും ചെക്കപ്പിന് വരണം. ശരി. ശാലിനി മോളെ, ശാലിനി മോളെ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ മോളെ, വല്ല കുഴപ്പം വലുതാണോ? അതൊന്നും അല്ല ശാന്തേച്ചി. പിന്നെ എന്താണെങ്കിലും മോള് പറയേ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. മോൾ എന്താ പറഞ്ഞത്? ഞാൻ പ്രഗ്നന്റ് ആ ചേച്ചി. വലിയ സന്തോഷമുള്ള വാർത്തയാണല്ലോ മോളെ. ചേച്ചി, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. എന്നാലും എന്നാലും ചെറിയൊരു സംഭവമാണോ മോളെ? മോള് തകർത്തല്ലോ. ഇനി കഥ മൊത്തം മാറിയില്ലേ? അതെ ശാന്തേച്ചി, പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോൾ ഇപ്പൊ തന്നെ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറയും. മോനോടല്ലേ ആദ്യം പറയേണ്ടത്. വലിയ സന്തോഷാവും. എന്താ മോളെ? കോൾ എടുക്കുന്നില്ല ശാന്തേച്ചി. അവിടെ സീമന്തത്തിന്റെ തിരക്കല്ലേ, ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. വിഷ്ണുട്ട എടുക്കുന്നില്ലല്ലോ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. വിഷ്ണുമോനെ കണ്ട് നേരിട്ട് തന്നെ ഈ വിവരം പറയാം. ശ്യാമ മോളുടെ സീമന്തം ആയതുകൊണ്ട് മോളുടെ സീമന്തത്തിനൊന്ന് എല്ലാവരും അവിടെ ഉണ്ടാവും. ശാലിനി മോള് ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞല്ലേ സത്യാമ്മ മോളെ അന്ന് അവിടുന്ന് ഇറക്കി വിട്ടത്. മോള് പറഞ്ഞത് കള്ളമായിരുന്നില്ല. മോൾക്കപ്പോഴ ഇക്കാര്യം അറിയാമായിരുന്നില്ലെന്ന് മാത്രം. എന്തായാലും ദൈവം സഹായിച്ച് അത് സത്യമായി. അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. മോളുടെ സീമന്തത്തിന് മോള് സത്യാമ്മയെ അപമാനിച്ചെന്നല്ലേ പറഞ്ഞത്? അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും ഇന്ന് ശ്യാമമോളുടെ സീമന്തത്തിനും ഉണ്ടാവും. അവർക്ക് മുന്നിൽ ശാലിനിമോൾ ഗർഭിണിയാണെന്ന് തെളിയുന്നതോടെ സുസ്മിത നടത്തിയ കുറ്റാരോപണങ്ങളെല്ലാം കുത്തിയൊലിച്ചു പോയില്ലേ? സത്യാമ്മയ്ക്കുണ്ടായ അപമാനവും മാറിക്കിട്ടും.
ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് ശാലിനി മോളെ ഇറക്കിവിട്ട സത്യാമ്മ മോളെ പൂമാലയിട്ട് സ്വീകരിക്കും. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. അപ്പോ പോകാം അല്ലേ? പോകാം മോളെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഒന്നുമില്ലെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വാർത്ത വിഷ്ണുവേട്ടനെ അറിയിക്കണം. ഷൂ എടുക്ക്. വിഷ്ണുവേട്ടൻ എടുക്കുന്നില്ല ശാന്തേച്ചി. അതല്ലേ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോവാന്ന്. പോ. ഓം ഗണേശ്വരായ നമഃ, ഓം വക്രതുണ്ടായ നമഃ, ഓം ഗജാധിപായ നമഃ. ഓം രാഹുകാലം തുടങ്ങിയിരിക്കുന്നു. തിരുമേനോട് ഞാൻ പറഞ്ഞില്ലേ? ശ്യാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. വീഴ്ചയില് പരിക്കൊന്നുമില്ല. ഇവള് ചെറുതായൊന്നും പേടിച്ചെന്നേ ഉള്ളൂ. ആമേ, എന്നാലും ഡോക്ടറെ കാണിച്ചിട്ട്. രാഘവേട്ട, ഹോസ്പിറ്റലിലേക്ക് പോയ അവര് പറയും കുറച്ച് സമയം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന്. എന്നിട്ട് ലോകത്തുള്ള എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് അവരൊരു ബില്ലടിച്ചു തരും. ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് വിടുകയും ചെയ്യും. നമ്മൾ ഇത്ര ഒരുക്കങ്ങളൊക്കെ നടത്തി ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചാ ഇവരൊക്കെ വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ ശ്യാമേ? ഇല്ല, ഹോസ്പിറ്റലിലൊക്കെ പോയി വെറുതെ സമയം എനിക്കെടുത്തണ്ട. സാരില്ലെന്ന് പറഞ്ഞില്ലേ? വാ മോളെ. ഇങ്ങോട്ടിരുന്നോളൂ, ഇരുന്നോളൂ. ആ, എന്നാ ചടങ്ങ് തുടങ്ങാൻ തിരുമേനി. ആയിക്കോട്ടെ. ഓം ഗണേശ്വരായ നമഃ, ഓം വക്രതുണ്ടായ നമഃ, ഓം ഗജാധിപായ നമഃ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.